ഹലോ ഓൾ, എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ ടോപ്പിക് എന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ലോ ഓഫ് അട്രാക്ഷനെ കുറിച്ച് തന്നെയാണ്. അതായത് ലോ ഓഫ് അട്രാക്ഷനിൽ ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. നിരന്തരം നമ്മൾ എന്തിനെക്കുറിച്ചാണോ ആലോചിക്കുന്നത്, നിരന്തരം നമ്മൾ എന്താണ് സ്വപ്നം കാണുന്നത്, നമ്മുടെ ജീവിതം എങ്ങനെയായിത്തീരണമെന്നാണോ നമ്മൾ സ്വപ്നം കാണുന്നത്, അത് തീർച്ചയായും സംഭവിച്ചിരിക്കും. അതായത് നമ്മൾ പോസിറ്റീവായി തിങ്ക് ചെയ്യുന്ന സമയത്ത് പോസിറ്റീവായ കാര്യങ്ങൾ നമ്മൾ അട്രാക്ട് ചെയ്യുന്നു, ഒരു മാഗ്നറ്റിനെ പോലെ. അതേസമയം നെഗറ്റീവായ കാര്യങ്ങൾ നിരന്തരം ചിന്തിച്ച് നമ്മുടെ ബ്രെയിനിലേക്ക് വളരെ മോശമാക്കി നമ്മൾ വയ്ക്കുകയാണെങ്കിൽ നെഗറ്റീവായ കാര്യങ്ങൾ മാത്രമേ ജീവിതത്തിൽ നടക്കൂ. പ്രയാസങ്ങളുടെ മേൽ പ്രയാസം, ദുരിതത്തിന്മേൽ ദുരിതം, അങ്ങനെ നെഗറ്റീവായ കാര്യങ്ങൾ ഒരു ലോഡായി വന്നുകൊണ്ടിരിക്കും. കാരണം എന്താണ്? നമ്മുടെ ചിന്തകളാണ് നമ്മൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നത്, അല്ലേ? നമ്മുടെ ചിന്തകളാണ് നമുക്ക് ഭാഗ്യം കൊണ്ടെത്തിക്കുന്നത്. നമ്മൾ എന്താണ് ചിന്തിക്കുന്നത് അതാണ് യാഥാർത്ഥ്യമാകുന്നത്. അതാണ് ലോ ഓഫ് അട്രാക്ഷൻ, ആകർഷണ നിയമം. നല്ലത് ചിന്തിച്ചാൽ നല്ലത് നടക്കും, എന്നാൽ നെഗറ്റീവായി ചിന്തിച്ചാൽ നെഗറ്റീവായി സംഭവിക്കും. സോ ബി കെയർഫുൾ. എന്താണ് നമ്മൾ ചിന്തിക്കുന്നത് എന്നുള്ളത് നമ്മൾ കെയർഫുള്ളായി തിങ്ക് ചെയ്യണം. നമ്മുടെ ചിന്തകളെ നിരീക്ഷിക്കുക. എങ്ങനത്തെ ചിന്തകളാണ് നമ്മൾ ഒരു ദിവസം ചിന്തിക്കുന്നത്? രാവിലെ എണീക്കുമ്പോൾ തന്നെ വല്ലാത്ത നെഗറ്റിവിറ്റി കൊണ്ടാണ് പലരും എണീക്കുന്നത്, അല്ലേ? വീട്ടു ജോലികൾ ചെയ്യണം, മക്കളെ സ്കൂളിലേക്ക് അയക്കണം, അതിനിടയിൽ സ്കൂൾ ഫീസ്, ബസ്സിൻ്റെ ഫീസ്, അങ്ങനെ ഒരുപാട് സാമ്പത്തിക പ്രയാസങ്ങളെക്കുറിച്ച് ആലോചിക്കും. അതുപോലെ തന്നെ വീട്ടിലെ ജോലികളെക്കുറിച്ച് ആലോചിക്കും. ഇനി ആരോടെങ്കിലും നമ്മളെ വഴക്കിട്ടുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് ആലോചിക്കുന്നു. അങ്ങനെ നമ്മുടെ സമയം പോകുന്നു. അപ്പോൾ ഇത്രയും നെഗറ്റിവിറ്റി നമ്മുടെ ബ്രെയിനിലേക്ക് കൊടുക്കുമ്പോൾ പിന്നെ എങ്ങനെയാണ് പോസിറ്റീവായ കാര്യങ്ങളൊക്കെ സംഭവിക്കുക? ഒന്ന് ആലോചിച്ച് നോക്കൂ. നല്ലതിനെ അട്രാക്ട് ചെയ്യുന്നു എന്നതാണ് ലോ ഓഫ് അട്രാക്ഷൻ. നല്ലതിലേക്ക് നല്ലത് ചേരുന്നു, അല്ലെങ്കിൽ നല്ലതിനെ തേടി നല്ലത് മാത്രം വരുന്നു. അപ്പോൾ നമ്മൾ നല്ലതായിരിക്കുക, നല്ല ചിന്തകളാൽ സമ്പുഷ്ടമായിരിക്കുക. ചിന്തകൾ നന്നായാൽ തന്നെ ഒരു വ്യക്തി നന്നാവും, അല്ലേ? നമുക്ക് ചിന്തകളാണ് ആദ്യത്തെ വിത്ത്. ആ വിത്ത് നന്നായാൽ ബാക്കിയുള്ള മുളയും ചെടിയായും മരമായും ഒക്കെ വളർന്ന് നിൽക്കുന്ന പൂക്കളും ഫലങ്ങളും എല്ലാം എന്തായിരിക്കും? പോഷക സമൃദ്ധമായിരിക്കും, അല്ലേ? ഗുണമേന്മയുള്ളതായിരിക്കും. അപ്പം നമ്മൾ എന്താണോ വിത്തായ ചിന്ത നടുന്നത്, അതായത് നമ്മുടെ ചിന്തയെ ഒരു വിത്തായി സങ്കല്പിക്കുക. അത് നട്ട് കഴിയുമ്പോൾ അത് വളർന്ന് വലിയ മരവും, അല്ലേ? അതുപോലെ തന്നെയാണ് നമ്മുടെ ചിന്തകൾ വളർന്ന് വലുതാവുന്നു. നമ്മൾ എന്താണോ നല്ലത് ചിന്തിക്കുന്നത് അത് നന്മയുള്ള മരങ്ങളായി തീരുന്നല്ലേ. അപ്പം നല്ലത്, മനഃപൂർവ്വം നല്ലത് ചിന്തിക്കുക എന്നാണ് നമുക്ക് ചെയ്യുന്നത്. അതായത് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് എന്നത് എല്ലാം അബ്സോർബ് ചെയ്യും. നമ്മൾ എന്താണ് ചിന്തിക്കുന്നത് അത് അബ്സോർബ് ചെയ്യും. എന്നാൽ നമ്മൾ നിരന്തരം പോസിറ്റീവായ കാര്യങ്ങൾ സബ് കോൺഷ്യസ് മൈൻഡിന് ശക്തമായി കൊടുത്തുകൊണ്ടിരുന്നാൽ ആ സബ് കോൺഷ്യസ് മൈൻഡ് പോസിറ്റീവായി മാറുന്നു. ഫോർ എക്സാമ്പിൾ, ഐ ആം എ റിച്ച് പേഴ്സൺ എന്ന് പറയുക. നിങ്ങൾ റിച്ച് ആണോ അല്ലയോ എന്ന് കരുതേണ്ട ആവശ്യമില്ല. പക്ഷേ അയ്യോ കയ്യിൽ 5 പൈസ ഇല്ലല്ലോ, ഞാനിങ്ങനെ റിച്ച് ആണെന്ന് പറയും, അത് നുണയല്ലേ? അതൊന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല. കാരണം ഇത് ലോ ഓഫ് അട്രാക്ഷനാണ്, അല്ലേ? അപ്പോൾ ഐ ആം എ റിച്ച് പേഴ്സൺ എന്ന് നിരന്തരം നിങ്ങൾ പറയുമ്പോൾ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് അത് വിശ്വസിക്കുന്നു. പിന്നെ ആ റിച്ച്നെസ്സിലേക്ക് നമ്മളെ എത്തിക്കുന്ന വഴികൾ താനെ തുറന്നു തരുന്നു. മനസ്സിലായോ? അതായത് എന്താണ് നമ്മൾ കൊടുക്കുന്നത് അതവിടെ പതിയും, സബ് കോൺഷ്യസ് മൈൻഡിൽ പതിഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് അത് യാഥാർത്ഥ്യമാക്കാനുള്ള വഴിയാണ് നമുക്ക് തുറന്നു തരുന്നത്, പ്രപഞ്ചം തുറന്നു തരിക. അപ്പോൾ നമ്മൾ നിരന്തരം ഐ ആം റിച്ച്, ഐ ആം കോൺഫിഡൻറ്റ്, ഐ ആം അട്രാക്റ്റിംഗ് മണി എവരി ഡേ, അങ്ങനെ തുടങ്ങിയ നല്ല നല്ല വാചകങ്ങൾ, നല്ല ദൃഢപ്രതിജ്ഞ വാചകങ്ങൾ, അഫർമേഷൻസ് എന്ന് പറയും, അത് നിരന്തരം ബ്രെയിനിന് കൊടുത്തു നോക്കിക്കേ, നിങ്ങൾക്ക് അത്ഭുതം കാണാം. എന്താണ് നിങ്ങൾക്ക് ആവശ്യം അത് നിരന്തരം പറയുക. ഐ ഗോട്ട് എ ജോബ്. നിങ്ങൾക്ക് ഏത് ജോബാണ് വേണ്ടത് ആ ജോബ് കിട്ടി എന്ന് കരുതി നിരന്തരം പറഞ്ഞു അത് ഫീൽ ചെയ്ത് പറയുക. ആ സന്തോഷമാണ് നമുക്ക് വേണ്ടത്. സോ എങ്ങനെയാണ് ലോ ഓഫ് അട്രാക്ഷൻ? ചിലർക്ക് എന്തെഴുതിയാലും വർക്ക് ചെയ്യുന്നില്ല, എങ്ങനെ പറഞ്ഞാലും വർക്ക് ചെയ്യുന്നില്ല. എന്താ കാരണം? അവർ ചെയ്യുന്നുണ്ട്, എഴുതുന്നുണ്ട്, പറയുന്നുണ്ട്, ടെക്നിക്കുകൾ യൂസ് ചെയ്യുന്നുണ്ട്, പക്ഷെ അവരുടെ ചിന്തകൾ ശരിയല്ല. അവരുടെ ചിന്തകളിൽ ഒരു ഡൗട്ട് വന്നേക്കാം, അല്ലെങ്കിൽ ഫീൽ ചെയ്ത് പറയുന്നില്ലായിരിക്കാം. നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ അത് ഫീൽ ചെയ്ത് പറയണം. എനിക്കൊരു ജോലി കിട്ടി എന്നത് ഞാൻ സന്തോഷത്തോടു കൂടിയിട്ടാണ് പറയുന്നത്, അല്ലേ? അല്ലാതെ സാഡായിട്ട് എനിക്കിപ്പോൾ ജോലിയില്ല ആ യാഥാർത്ഥ്യം ഉൾക്കൊണ്ടല്ല പറയേണ്ടത്.
എന്താണോ നമ്മൾക്ക് ആവശ്യം അത് നേടിക്കഴിഞ്ഞതായി ഫീൽ ചെയ്തുകൊണ്ട് വളരെ സന്തോഷത്തോടു കൂടി നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് ഒന്ന് കൊടുത്തു നോക്കിക്കേ. വളരെ വലിയ അത്ഭുതങ്ങൾ നമുക്ക് കാണാൻ പറ്റും. സോ ഫസ്റ്റ് ക്ലീൻ യുവർ തോട്ട്സ്. നിങ്ങളുടെ ചിന്തകളെ ആദ്യം ക്ലീൻ ചെയ്യുക. നല്ല നല്ല തോട്ട്സ് ഇട്ട് കൊടുക്കുക. നല്ല നല്ല അഫർമേഷൻസ് ബ്രെയിനിന് കൊടുക്കുക. സബ് കോൺഷ്യസ് മൈൻഡിന് അതാണ് ആവശ്യം. സോ ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ പതിവായി എല്ലാ ദിവസവും നല്ല നല്ല അഫർമേഷൻസ് നിങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നമ്മളുടെ ബ്രെയിൻ റീവയറിങ് ചെയ്യും. ഇതുവരെയുള്ള നമ്മുടെ ചിന്താഗതികളും കാഴ്ചപ്പാടുകളും എല്ലാം മാറ്റി പുതിയ പാറ്റേണിലേക്ക് നമ്മൾ വന്നെത്തിക്കൊണ്ടിരിക്കും. സോ ഓരോ സംഭവങ്ങൾക്ക് പിന്നിലും ഓരോ കാരണങ്ങളുണ്ടല്ലേ. സോ ജീവിതം എന്നത് പുതിയ തുടക്കത്തിലേക്കുള്ള സമയമാണ്. അതായത് ഓരോ ദിവസവും പുതിയ സമയമാണ്, പുതിയ തുടക്കത്തിനുള്ള സമയമാണ് ഓരോ ദിവസവും. ഇന്നലത്തെ പാസ്റ്റിൽ കഴിഞ്ഞ കാര്യങ്ങളും ആവശ്യമില്ലാത്ത ചിന്തകളും പ്രയാസങ്ങളെല്ലാം ഇന്നിലേക്ക് വലിച്ചു കൊണ്ടുവന്ന് ഇന്നും നാളെയും എല്ലാം പാഴാക്കി കളയുന്നതിന് പകരം ഇന്നലെയുള്ള ബേൺസൊക്കെ അവിടെ ഒഴുക്കി കളഞ്ഞുകൊണ്ട് പുതിയൊരു നാൾ ഇന്ന് തുടങ്ങുക. സോ നല്ല നല്ല ചിന്തകൾ നല്ല നല്ല വ്യക്തികളെ സൃഷ്ടിക്കുന്നു. പിന്നെ ലോ ഓഫ് അട്രാക്ഷൻ്റെ ഏറ്റവും വലിയ സീക്രട്ട് എന്നത് സന്തോഷമായിരിക്കുക എന്നത് തന്നെയാണ്. അയ്യോ അതെങ്ങനെ സംഭവിക്കും? എൻ്റെ ജീവിതത്തിൽ ഇത്രയും പ്രയാസങ്ങളുണ്ട്, ഞാൻ കടത്തിലാണ്, ഞാൻ മനപ്രയാസത്തിലാണ്, എനിക്ക് മാനസികമായി ഒരുപാട് കാര്യങ്ങൾ എന്നെ അലട്ടുന്നുണ്ട്, ഒരുപാട് പേര് എന്നെ ഉപദ്രവിക്കുന്നു, കളിയാക്കുന്നു, പുച്ഛിക്കുന്നു, ഞാൻ എങ്ങും എത്തിയില്ല, ഞാൻ ആർക്കും വേണ്ടാത്തൊരാളാണ്. അങ്ങനെയുള്ള ഒരുപാട് ചിന്താഗതികളുണ്ടല്ലേ. നമ്മൾ സമൂഹം കൊണ്ടുവരുന്ന ചിന്താഗതി, നമ്മൾ ചുറ്റുമുള്ളവർ കൊണ്ടുവരുന്ന ചിന്താഗതികൾ, നമ്മൾ തന്നെ സ്വയം നിർമ്മിക്കുന്ന മറ്റു ചില ചിന്താഗതികൾ. അപ്പോൾ ഇവയെല്ലാം മാറ്റിയിട്ട് വാട്ട് എവർ ദ സിറ്റുവേഷൻ പ്ലീസ് നമ്മൾ ഹാപ്പി ആവണമെന്ന് നമ്മൾ ചിന്തിക്കുക, നമ്മൾ തീരുമാനിക്കുക. ഇന്ന് തന്നെ ഈ സമയം തന്നെ ഞാൻ ഹാപ്പി ആയിരിക്കും. ഹാപ്പിനെസ് ഈസ് എ ചോയ്സ്. 2 ചോയ്സ് ഉണ്ട്. നമുക്കൊന്ന് സാഡ്നെസ്സിൽ തന്നെ നീങ്ങാം, അല്ലെങ്കിൽ ഹാപ്പിനെസ് തിരഞ്ഞെടുക്കാം. സോ ഹാപ്പിനെസ് തിരഞ്ഞെടുത്ത് കഴിഞ്ഞാൽ പിന്നെ പ്രതിസന്ധികളോ നിങ്ങളുടെ ചുറ്റുപാടുകളോ, നിങ്ങൾ എവിടെ ഇരിക്കുന്നു, നിങ്ങൾ എന്താണ്, നിങ്ങളുടെ ചുറ്റുമുള്ള ലോകം എന്താണ്, അതിനെക്കുറിച്ചൊന്നും ബോധർ ചെയ്യാതെ 24/7 ഹാപ്പിനെസ്സിൽ ഇരിക്കാൻ നിങ്ങൾക്ക് കഴിയണം. എങ്കിൽ മാത്രമേ ലോ ഓഫ് അട്രാക്ഷൻ്റെ ഓരോ കാര്യങ്ങളും പെട്ടെന്ന് പെട്ടെന്ന് വർക്കാവുകയുള്ളൂ. അപ്പോൾ സന്തോഷമായിരിക്കുക എന്നതാണ് ഏറ്റവും വലിയ സീക്രട്ട്. എന്നും ഒരു പുഞ്ചിരി, ഒന്ന് പുഞ്ചിരിച്ചുകൊണ്ടേയിരിക്കുക. അതായത് ആ പുഞ്ചിരി നിലനിർത്തുക, മുഖത്തെപ്പോഴും ആ പുഞ്ചിരി വിരിയട്ടെ. സന്തോഷമാണ് ലോ ഓഫ് അട്രാക്ഷൻ്റെ കീ എന്നത്. സോ ആ കീ ഇന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും ഞാൻ തന്നിരിക്കുന്നു. ആ കീ കളയാതെ സൂക്ഷിക്കുക, ആരുടെ കയ്യിലും കൊടുക്കരുത്. നിങ്ങളുടെ സന്തോഷത്തിൻ്റെ താക്കോൽ നിങ്ങളുടെ കയ്യിൽ തന്നെ ഇരിക്കട്ടെ. സോ അതെന്നും ഹൈ വൈബ്രേഷനിലിരിക്കട്ടെ. നിങ്ങൾ സന്തോഷത്തോടു കൂടി ഇരിക്കുമ്പോഴാണ് നിങ്ങൾ ഹൈ വൈബ്രേഷനിലിരിക്കുക. സോ നമുക്ക് എത്രമാത്രം പ്രതിസന്ധികൾ വന്നാലും, എത്രമാത്രം തീ ചൂളയിലാണ് നമ്മൾ നിൽക്കുന്നതെങ്കിലും, എത്രമാത്രം ഇടുങ്ങിയ സ്ഥലത്താണ് നമ്മൾ നിൽക്കുന്നതെങ്കിലും, ഇനി ഒരടി മുന്നോട്ട് എനിക്കില്ല, ഇനി ജീവിതത്തിൽ ഒരു വെളിച്ചമില്ല എന്ന് പറഞ്ഞ് ഇരുട്ടറയ്ക്കുള്ളിൽ ഒതുങ്ങിപ്പോയി ഒരുപാട് പേരുണ്ടല്ലേ. ഇരുട്ടറയ്ക്കുള്ളിൽ തളച്ചിട്ട, അടിമകളായി തളച്ചിട്ട ഒരുപാട് പേരുണ്ട്. മനസ്സിനെയും ആത്മാവിനെയും ഹൃദയത്തേക്കും മുരടിപ്പിച്ചവരുണ്ടാവും. പക്ഷെ അവർക്ക് മുമ്പിൽ തളിർക്കാനും കിളിർക്കാനുമുള്ള ഒരു അവസരമായി നിങ്ങൾ ഇതിനെ കണ്ടുകൊണ്ട് സന്തോഷത്തോടെ പൊട്ടിച്ചിരിച്ചുകൊണ്ട് ഓരോ ദിനങ്ങൾ നിങ്ങൾ തുടങ്ങുക. ഓരോ നിമിഷവും ദൈവം തന്ന അനുഗ്രഹത്തിൻ്റെ മേൽ ഓർത്തോർത്ത് നന്ദി പറയുക. നമുക്ക് കണ്ണുണ്ട്, കാഴ്ചയുണ്ട്, ചെവിയുണ്ട്, കേൾവിശക്തിയുണ്ട്, നാവുണ്ട്, സംസാരശേഷിയുണ്ട് അല്ലേ. നമുക്ക് മണക്കാൻ കഴിയുന്നു, രുചിക്കാൻ കഴിയുന്നു, സ്പർശിക്കാൻ കഴിയുന്നു. നമ്മൾ ഫുൾ ബോഡി ഹെൽത്തിയാണ് അല്ലേ, നമ്മൾ വെൽത്തിയാണ്. നമ്മൾക്ക് ഇടാൻ വസ്ത്രമുണ്ട്, 3 നേരം കഴിക്കാൻ ഭക്ഷണമുണ്ട്. അതൊക്കെ ആലോചിച്ച് ഓരോന്നിനും നന്ദി പറഞ്ഞുകൊണ്ട് ഒന്ന് സന്തോഷിച്ച്, ഒന്ന് പുഞ്ചിരിച്ചുകൊണ്ട് ഓരോന്നിനും നന്ദി പറയും. ഓരോ അനുഗ്രഹങ്ങളും നമ്മൾക്കായി തന്ന ദൈവത്തോട് നിങ്ങൾ നന്ദിയുള്ളവരായിരിക്കുമ്പോൾ കൂടുതൽ കൂടുതൽ അത് വർദ്ധിപ്പിച്ച് തരാൻ ദൈവത്തിന് ഒരു മടിയുണ്ടാവില്ല. നിങ്ങൾ നന്ദി കാണിച്ചാൽ ഞാൻ നിങ്ങൾക്ക് വർദ്ധിപ്പിച്ചു തരുമെന്നത് ദൈവത്തിൻ്റെ വാക്കാണ് അല്ലേ. സോ ആ നന്ദിയിലാണ് എല്ലാ സന്തോഷമുള്ളത്. നന്ദിയുള്ളവരായിരിക്കുക എന്നതാണ് നമ്മളുടെ ആദ്യത്തെ പാഠം. സോ സന്തോഷമെന്ന ലോ ഓഫ് അട്രാക്ഷൻ്റെ താക്കോൽ നിങ്ങളുടെ കൈകളിൽ ഭദ്രമാണെന്ന് വിചാരിക്കുന്നു. സോ
ബൈ. ദിസ് ഈസ് ജംസീന.